ഞാൻ അന്ന് 85 രൂപക്ക് ചെടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വാങ്ങുമ്പോൾ ഒരു പൂവുണ്ടായിന്, അത് ബസ്സിൽ തന്നെ ഒടിഞ്ഞിട്ട് പോയിട്ടുണ്ടായിന്. അപ്പം രണ്ടാമത് പിടിച്ച പൂവാണ് കേട്ടോ. മാഷാ അല്ലാ, നമ്മൾ വാങ്ങിയിട്ട് നമ്മളതിൽ ഒരു പൂവ് വരുന്നവരും ഒരു സന്തോഷമല്ലേ ഉണ്ടാവും. ഒരു പൂവ് ഇത് ബൊക്ക റോസാണ് കേട്ടോ. എന്നാ അപ്പം ഞാൻ നാളെ ഇത് വളരെയെല്ലാം ചെയ്യേണ്ട ഉഷാറായിട്ടാണ്. കുറച്ച് വാട്ടം വന്നിട്ട് ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ട്. ഇതിന് പിന്നെ വെള്ളമല്ല ഒഴിച്ചത്. അതേപോലെ കറ്റർ വഴി അങ്ങനെ കേട്ടോ. മാഷാ അല്ലാ, അതും നല്ല ഉഷാറാവുന്നുണ്ട്. ബൊക്ക റോസ് എനിക്ക് പണ്ടേ ഒരു റോസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പനിനീരിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെരുന്നാളിൽ വരുമ്പം എൻ്റെ ഞാൻ ചൂടൂല, എൻ്റെ മക്കൾക്ക് ഇപ്പം മക്കളായി പിന്നെ മക്കൾക്ക് ഞാൻ പെരുന്നാൾക്ക് വേറെ തന്നെ വാങ്ങിക്കൊടുക്കുക. ഒന്നിന് 15 രൂപ വെച്ചിട്ടാണ് വാങ്ങാൻ രണ്ടാക്കും. അങ്ങനെ പൂവെല്ലാം വാങ്ങുമ്പം മുല്ല വാങ്ങുമ്പോൾ ഇടയ്ക്ക് ഞാൻ കുത്തി കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞമ്മ നട്ടയിൽ ഞമ്മ വാങ്ങിയതിൽ ഞാൻ അതിൽ പൂവെല്ലാം പിടിച്ചൊരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ കൊട്ടയിൽ തന്നെ ഉണ്ട് അത്രേ. അന്നേ ഞാനോട് ഷമീർച്ച പറഞ്ഞു കൊട്ടയിനെ അവിടെ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സങ്കടമായിട്ടിരും. എന്താ വെച്ചാൽ താമസം പോകുമ്പം പൊരിക്കാനാവാത്ത അവസ്ഥയായിക്കോടും. കവറിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു ആശ്വാസമായി ഉണ്ട്. അതുകൊണ്ട് പൂവ് പിടിച്ചു. ചെടി ഉണ്ടാ നല്ല ഉഷാറാകുന്നു മാഷാ അല്ലാ. അപ്പോൾ ഇനിയും അവിടെ പോയിട്ട് എനിക്ക് വാങ്ങണമെന്നുണ്ട്. ഷമീർച്ച വന്നിട്ട് വാങ്ങാന്നെല്ലാം പ്ലാൻ ചെയ്ത് കാണട്ടോ ഞാൻ. അപ്പോൾ എല്ലാം കൊളത്തിപ്പോയില്ലേ, കുളയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പൂ കണ്ട നല്ല ചുവപ്പ് നിറമുള്ള പൂവാണ് കേട്ടോ. നല്ല ചോര കളറിലെ പൂവാണ്. ക്യാമറയിൽ വേറെ കളറാണ് കാണുന്നത്. അപ്പം എല്ലാവരും ചെടിയെല്ലാം വാങ്ങാൻ. എന്താ വെച്ചാൽ നമുക്ക് വരുന്നത് ചെടികൾക്ക് ആദ്യം വരുന്ന പറഞ്ഞത് പച്ചപ്പഴത്തിനെ നോക്കിയാൽ കൂലി എന്നല്ല പറയുന്നത്. പച്ചപ്പഴം വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കും. അപ്പം പച്ചപ്പഴത്തിനെ നോക്കുക, അത്രയും നമുക്ക് കൂലി കിട്ടുന്ന പറയുന്നത്. പച്ചപ്പഴം മൃഗങ്ങളെ അങ്ങനെയെല്ലാം നോക്കിയാൽ നല്ല ഇത് എന്നല്ല പറയുന്നത്. അപ്പോൾ പച്ചപ്പഴത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളോട് എല്ലാം. എൻ്റെ വീട്ടിലും പണ്ട് കല്യാണത്തിന് മുൻപ് എൻ്റെ വീട് നീലേശ്വരം ഉണ്ടാകുമ്പോൾ ആളോ ഇഷ്ടംപോലെ റോസാപ്പൂവെല്ലാം ഇതിൻ്റെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ലോ കൊണ്ടുവന്നിട്ട് ആക്കലാണ്. അപ്പം അങ്ങനെ കല്യാണമെല്ലാം വരുമ്പം എല്ലാം വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. എല്ലാം ചെടികളോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. വെച്ചാൽ പൂക്കൾ വിരിയുമ്പോൾ ഒരു സന്തോഷമല്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എല്ലാവരും പൂക്കളെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് പിന്നെ ഇഷ്ടം മല്ലിക എന്ന് വെച്ചാൽ പിടിക്കുമ്പോൾ നല്ലൊരു രസമുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ അത് മല്ലിക പോകുമ്പോൾ എല്ലാം വാട്ടം പിടിച്ചിട്ടെല്ലാം കാണും. ഇങ്ങനത്തെ എല്ലാം പിന്നെ ഫ്രൂട്ട്സിൻ്റെ എല്ലാം വാങ്ങണമെന്നുണ്ട്. പക്ഷേ സ്വന്തം വളപ്പായിട്ട് വാങ്ങിയെങ്കിൽ അതെല്ലാം നടക്കും. മടച്ചാൽ നടക്കൂല. എന്താ വെച്ചാൽ മരമായിട്ട് നിൽക്കുമ്പോഴേക്കും പറയൽ പോയിക്കോന്നു. അപ്പോൾ ഒന്നും നടക്കൂല. അതുകൊണ്ട് വാടക വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ കവറിൽ വാങ്ങുന്ന ചെടികളെ എല്ലാം പറ്റും നമുക്ക്. എവിടെയും കൊണ്ടുപോകാമല്ലോ, അതുകൊണ്ട് കേട്ടോ.